മനുഷ്യർ ചരിത്രത്തിൽ നടത്തിയ ചില ഇടപെടലുകൾ, ചില ക്രൂരതകൾ പ്രകൃതി തന്നെ രേഖപ്പെടുത്തി വെച്ച ചരിത്രമുണ്ട്. അത് അതിനെക്കുറിച്ചാണ് ഞാൻ ഇത്തവണ സംസാരിക്കുന്നത്. ഒരു പഴയ കഥ പറയാം. എൻ്റെ അമ്മമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പണ്ടൊരു നാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിനൊരു ചുരകനുണ്ടായിരുന്നു. രാജാവിനും ചുരകനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യം ഉണ്ടായിരുന്നു. ആ രഹസ്യം ഇതാണ്: രാജാവിൻ്റെ മുടി വെട്ടുന്നത് കൊണ്ട് മാത്രം ചുരകൻ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. രാജാവിൻ്റെ ഒരു കാത് വലുതും ഒരു കാത് ചെറുതുമായിരുന്നു. രാജാവ് വലിയ പ്രതാപിയായിരുന്നു. പക്ഷെ ഈ ഒരു കുറവ് പുറത്തെറിഞ്ഞാൽ രാജാവിൻ്റെ പ്രൗഢിയൊക്കെ നശിക്കും. അതുകൊണ്ട് ഇത് വളരെ രഹസ്യമായി സൂക്ഷിച്ച് എപ്പോഴും കിരീടം വെച്ച് മാത്രം രാജാവ് പുറത്ത് പ്രത്യക്ഷപ്പെട്ടു. ചുരകന് മാത്രമല്ലേ അറിയാവൂ. ചുരകൻ ഒരിക്കലും മറ്റൊരാളുടെ പറയില്ല എന്നുറപ്പായിരുന്നു. അഥവാ പറഞ്ഞാൽ ചുരകന്റെ ജീവൻ തന്നെ പോകുമല്ലോ. ഇങ്ങനെയൊക്കെ ആ ഒരു ധൈര്യത്തിൽ രാജാവും ഇത് പറയില്ല എന്ന് ഉദ്ദേശിച്ച് ചുരകനും ജീവിച്ചു വന്നു. അങ്ങനെ ഒരു ദിവസം, രഹസ്യമല്ലേ, മനുഷ്യന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഈ ചുരകൻ ഒരു ദിവസം തൻ്റെ ഭാര്യയോട് വളരെ അടുപ്പമുള്ള നിമിഷത്തിൽ പറഞ്ഞു: എടീ, നിനക്കറിയാമോ, നമ്മുടെ രാജാവിന് ഒരു കാത് വലുതും ഒരു കാത് ചെറുതുമാണ് എന്ന് പറഞ്ഞു. നീ ഇത് ആരോടും പറയരുത്, പറഞ്ഞാൽ നിന്റെയും എൻ്റെയും തല പോകും എന്ന് പറഞ്ഞു. അവളത് ഉറപ്പിച്ചു. പക്ഷേ അവർക്കും, മനുഷ്യനല്ലേ, അവർക്കും ഈ രഹസ്യം ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റിയില്ല. അടുത്ത ദിവസം തുണി അലക്കുന്ന കടവിൽ ചെന്നു അവിടെ തൻ്റെ കൂട്ടുകാരികളിൽ ഒരാളോട് പറഞ്ഞു. പിന്നെ എന്ത് സംഭവിച്ചെന്ന് പറയേണ്ട കാര്യമില്ല. ദിവസങ്ങൾക്കുള്ളിൽ നാട്ടിൽ മൊത്തം അത് പാട്ടായി: രാജാവിൻ്റെ ഒരു കാത് വലുതും ഒരു കാത് ചെറുതും. അപ്പം ആരാണ് കുറ്റവാളി എന്ന് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ലോകത്ത് ഒരാൾക്ക് മാത്രമേ രാജാവല്ലാതെ അത് അറിയാവൂ. അത് ചുരകനാണ്. ചുരകനെ പിടിച്ചുകൊണ്ട് വന്നു. അയാളുടെ ഭാര്യയും പിടിച്ചുകൊണ്ട് വന്നു. അവരെ കഴുത്ത് വെട്ടി ഒരു കുഴിയിൽ അടക്കി സംസ്കരിച്ചു. അവിടെ ഒരു മരം നട്ടു. ഈ മരം വളർന്നു. അതോടുകൂടി രാജാവ് വീണ്ടും സേഫായി എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ എല്ലാവരും നിശബ്ദരായി. ആരും അതിനെക്കുറിച്ച് മിണ്ടാതായി. എല്ലാവരും മറന്നുപോയി. വർഷങ്ങൾ കഴിഞ്ഞു. മരം വളർന്ന് വലുതായി. അങ്ങനെ വളർന്ന മരത്തിൻ്റെ തടി വെട്ടിയെടുത്തിട്ട് ഒരു കലാകാരൻ, ഒരു ചെണ്ടക്കാരൻ ഒരു ചെണ്ട ഉണ്ടാക്കി. ഈ ചെണ്ടയിൽ അയാൾ കൊട്ടാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് ഒരു ശബ്ദം മാത്രമേ, ഒരു 2 വരി പാട്ട് മാത്രമേ വെളിയിൽ വരുന്നുള്ളൂ. അതിങ്ങനെയായിരുന്നു: രാജാവിൻ്റെ ഒരു കാത് വലുതും ഒരു കാത് ചെറുതും. ഈ കഥയുടെ അർത്ഥം നമ്മൾ നോക്കിയാൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ പ്രകൃതിയിൽ നടത്തുന്ന ഇടപെടലുകൾ, ചരിത്രത്തിൽ നടത്തുന്ന ഇടപെടലുകൾ ഒരിക്കലും മാച്ചു വയ്ക്കാൻ പറ്റില്ല, മറച്ചു വയ്ക്കാൻ പറ്റില്ല, മായ്ച്ചു കളയാനും പറ്റില്ല. അതെന്നെങ്കിലും സത്യമായി തിരിച്ചു വരും എന്നാണ് ഈ കഥയുടെ അർത്ഥം. ഈ കഥ ഞാൻ ഓർമ്മിക്കാൻ കാരണം, ഞാൻ ഈ അടുത്തിടെ വായിച്ച ഒരു കഥയാണ്. ചാനൽ സദർലാൻഡ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി, ചെറുപ്പക്കാരി, ഡിസെന്റ് എന്ന് പറയുന്ന ഒരു കഥ എഴുതി. അത് ഗ്രാൻഡ മാഗസിനിലാണ് വായിക്കുന്നത്. ആ കഥ ഇങ്ങനെയാണ്: 16-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ നമ്മുടെ ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ധാരാളം അടിമകളെ കൊണ്ടുപോകുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കൊണ്ടുപോകുന്ന അടിമക്കപ്പലുകളിൽ, പായ്ക്കപ്പലുകളാണ് നിങ്ങൾക്കറിയാം ആ കാലത്തുള്ളത്. അന്നത്തെ കപ്പലുകളിൽ ദുരന്തമായ ഒരു യാത്രയായിരുന്നു ഈ അടിമകൾക്കുണ്ടായിരുന്നത്. ഇവരെ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ നിന്ന് പിടിച്ചും വില കൊടുത്ത് വാങ്ങിയും തട്ടിക്കൊണ്ടുപോയൊക്കെ കപ്പലുകൾ കയറ്റി മാസങ്ങളോളം കൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് പോകുന്ന ഒരു യാത്രയാണത്. അങ്ങനെ പോകുമ്പോൾ അവർ കാലിൽ ചങ്ങലയൊക്കെ ഇട്ട് പലതരം അസുഖങ്ങളും വളരെ കുറച്ച് ആഹാരവും വെള്ളവും ഒന്നുമില്ലാതെ ഒരേപോലെ വിസർജനത്തിന് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ കിടന്നും ഒക്കെയാണ് യാത്ര പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഈ കഥ, ഡിസെന്റ് എന്ന് പറയുന്ന കഥയിൽ പറയുന്നത്, ഇവരിങ്ങനെ അതിലൊരു കപ്പൽ മുങ്ങുകയാണ്. ആ മുങ്ങാൻ പോകുമ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും മരണം ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അടിമകളിൽ ഒരാൾ അക്കൂട്ടത്തിലിരുന്നിട്ട് തൻ്റെ പൂർവ്വകാലം ഓർമ്മിച്ച് തൻ്റെ ഗ്രാമത്തിലെ ജീവിതം ഓർമ്മിക്കുന്നു, തൻ്റെ പ്രണയത്തെ ഓർമ്മിക്കുന്നു, തൻ്റെ കുടുംബത്തെ ഓർമ്മിക്കുന്നു, അവരെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നു. അങ്ങനെ പറയുന്നതിനിടയിൽ അയാൾ പറഞ്ഞു കഴിയുമ്പോൾ അടുത്തൊരാൾ കഥ പറയുന്നു. അങ്ങനെ അവരെല്ലാം നൂറുകണക്കിന് കഥകൾ കൊണ്ട് അവരുടെ ആ മരണയാത്ര, ഇനി ഏതാനും മണിക്കൂറുകൾക്കകം കപ്പൽ മുങ്ങി മരിക്കേണ്ടവരാണ്. അങ്ങനെ അവർ ആ മരണയാത്രയുടെ അവസാനം അവരുടെ ചരിത്രവും കഥകൾ കൊണ്ട് നിറയ്ക്കുകയാണ്.
അവസാനം അവർ പറയുന്നു, വി ആർ സ്റ്റിൽ ഹിയർ, സ്റ്റിൽ ബ്രീത്തിങ്, സ്റ്റിൽ എലൈവ് ഇൻ അവർ സ്റ്റോറീസ്, ദേ കുഡ് നോട്ട് ടേക്ക് ദാറ്റ്. നമ്മൾ ഇവിടെ ഉണ്ട്, നമ്മൾ ശ്വാസമെടുക്കുന്നു, നമ്മൾ മരിച്ചു പോയേക്കാം, താമസിയാതെ നമ്മൾ മരിക്കും, പക്ഷേ വി ആർ സ്റ്റിൽ ലിവിങ് ഇൻ അവർ സ്റ്റോറീസ്, നമ്മൾ ഈ കഥകളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു, അവർക്ക് അതുമാത്രം എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് ആ കഥ മനോഹരമായ കഥ അവസാനിക്കുന്നത്. ഈ കഥ വായിച്ചപ്പോൾ ഞാൻ ചരിത്രത്തിലെ അതിക്രൂരമായ ചില യാത്രകളിലേക്ക് കടന്നുപോയി. അതിലൊന്ന് മിഡിൽ പാസേജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം, ഒരു വ്യാവസായിക കാലഘട്ടത്തിലെ മിഡിൽ പാസേജിനെ കുറിച്ചാണ്. 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ നമുക്കറിയാം, അത് കൊളോണിയൽ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ യൂറോപ്യന്മാർ യൂറോപ്പിൽ നിന്ന് കുറേ സാധനങ്ങളുമായി വെസ്റ്റ് ആഫ്രിക്കയിൽ വരും. വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് അത് വിറ്റതിന് ശേഷം അടിമകളെയും കയറ്റിക്കൊണ്ട് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് പോകും. അങ്ങനെ അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് പോകുന്ന ഈ ഒരു പാസേജ്, ഈ പായ്ക്കപ്പലുകളിൽ അടിമകളെ കുത്തിനിറച്ച് ദുരന്തപൂർവമായ ഒരു യാത്രയുണ്ട്. ആ യാത്രയ്ക്ക് അതിനെ പറയുന്ന പേരാണ് മിഡിൽ പാസേജ് എന്നാണ് പറയുന്നത്. അത് 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ ഏകദേശം 1.5 കോടി, 12 മുതൽ 13-14 മില്യൺ അടിമകളെ അവർ ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയി. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു യാത്രയായിരുന്നു അത്. ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ യാത്രയായിരുന്നു. ഇതിനകത്ത് വരുന്ന മനുഷ്യർ മഹാമാരികൾ പിടിച്ചും പകർച്ചവ്യാധികൾ പിടിച്ചും മരിച്ചുകൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും റിബലിസം കാണിച്ചാൽ, എന്തെങ്കിലും പ്രതിഷേധം കാണിക്കുന്ന അടിമയെ അപ്പോൾ തന്നെ ഇതിനകത്തുള്ള പട്ടാളക്കാർ അല്ലെങ്കിൽ നാവികന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ അപ്പോൾ തന്നെ വെടിവെച്ച് കടലിലേക്ക് എടുത്തിടും, അല്ലെങ്കിൽ ജീവനോടെടുത്ത് കടലിലിടും. അതുപോലെ ക്ഷീണിച്ചവർ, വൃദ്ധരായവർ, ഇങ്ങനെയുള്ളവരെല്ലാം അപ്പോൾ തന്നെ ഈ അറ്റ്ലാന്റിക്കിലേക്ക് ഇടുന്നുണ്ടായിരുന്നു. അതായിരുന്നു ചരിത്രം. അങ്ങനെ ആ ലക്ഷക്കണക്കിന് അടിമകളാണ് ഇന്ന് കാണുന്ന അമേരിക്കയെ നിർമ്മിച്ചത്. ആ യാത്രയിൽ ഒരു അതിവിചിത്രമായ ഒരു സംഗതി കൂടെ സംഭവിച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ യാത്രക്കിടയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ, 10, 20, 30 ലക്ഷം അടിമകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വീണു മരിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അറ്റ്ലാന്റിലേക്ക് തള്ളിയിട്ട് കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇത് മറ്റൊരു സംഗതി ഉണ്ടാക്കി. അത് നിറയെ സ്രാവുകളുള്ള സമുദ്രമായിരുന്നു. ഈ സ്രാവുകൾ മറ്റൊരു ദിക്കിൽ ആയിരുന്നു അതിൻ്റെ ശീലം. അവർ ഒരിക്കലും അറ്റ്ലാന്റിക് ക്രോസ് ചെയ്ത് ആഫ്രിക്കൻ ഭാഗത്ത് നിന്ന് അമേരിക്കൻ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന റൂട്ട് അവർക്ക് ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, പ്രകൃതിയിലെ ജീവജാലങ്ങൾ, പക്ഷികൾ, ദേശാടന പക്ഷികൾ, മത്സ്യങ്ങൾ, ഈ പറഞ്ഞ ആമകൾ, സാൽമൺ പോലെയുള്ള മത്സ്യങ്ങളൊക്കെ ഒരു പ്രത്യേകതരം റൂട്ടിൽ മാത്രം സഞ്ചരിക്കുന്നവരാണ്. പക്ഷേ ഈ മിഡിൽ പാസേജ് കാരണം സ്രാവുകളുടെ റൂട്ട് മാറി. സ്രാവുകൾ നോക്കുമ്പോൾ ധാരാളം മനുഷ്യ ശവങ്ങൾ ഒക്കെ കടലിൽ വന്ന് വീഴുന്നു. അങ്ങനെ അവർ അടിമക്കപ്പലുകളെ പിന്തുടരാൻ തുടങ്ങി. അവർ പിന്തുടർന്നു. ഈ കിട്ടുന്ന മനുഷ്യരെല്ലാം ഇങ്ങനെ തിന്ന് മനുഷ്യരെ തിന്ന്, ആലോചിച്ച് നോക്കി, 10-20 ലക്ഷം, 2 മില്യൺ മനുഷ്യരെ ആ ഒരു 3 നൂറ്റാണ്ട് കൊണ്ട് ആ സമുദ്രത്തിലെ സ്രാവുകൾ തിന്നു. ഇത് കാലക്രമേണ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി അടിമ വ്യാപാരം അവസാനിച്ചു, മിഡിൽ പാസേജ് ഇല്ലാതായി. എന്നിട്ടും ആ സ്രാവുകൾ ആ യാത്രാപഥം വിട്ടുപോയില്ല. അവരുടെ ജീനിൽ, അപ്പോഴാലോചിച്ച് നോക്കും, 3 നൂറ്റാണ്ടുകൾ കൊണ്ട് സ്രാവുകളുടെ എത്ര ജനറേഷൻ കടന്നു പോയിട്ടുണ്ടാവും. ഇന്നും ആ റൂട്ടിൽ സ്രാവുകൾ സഞ്ചരിക്കുന്നു. അവരുടെ ജീനിൽ ഈ യാത്രാപഥം അടയാളപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയാണ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു കാലഘട്ടത്തെ, മനുഷ്യനോട് ചെയ്ത ഏറ്റവും ഭീകരമായ കുറ്റകൃത്യത്തെ പ്രകൃതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്രാവുകൾ അതിനെ നിത്യമായ പ്രകൃതിയുടെ ചരിത്രത്തിലേക്ക് രേഖപ്പെടുത്തി. അന്ന് നടന്ന ആ ഒരു ട്രയാങ്കുലർ പാസേജിന്റെ മിഡിൽ പാസേജാണ് ഞാൻ ഈ പറഞ്ഞ ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിലോട്ടുള്ള അടിമക്കപ്പലുടെ സഞ്ചാരം. യഥാർത്ഥത്തിൽ ഈ പാസേജ് ഇതൊരു ട്രേഡ് പാസേജാണ്. ഇത് ആരംഭിക്കുന്നത് യൂറോപ്പിൽ നിന്നാണ്. യൂറോപ്പിൽ സ്പെയിൻ, ബ്രിട്ടൻ, പോർട്ടുഗൽ തുടങ്ങിയ അന്നത്തെ കൊളോണിയൽ ഭീകരന്മാർ, ഡച്ചുകാർ തുടങ്ങിയ പ്രധാനപ്പെട്ട കൊളോണിയൽ ശക്തികൾ അവർ ആഫ്രിക്കയിലേക്ക് ഒരുപാട് സാധനങ്ങളുമായിട്ട് വരും.
ആഫ്രിക്കയിലോട്ട് വരുന്നത് ഈ ബേഡ്സ്, കണ്ണാടി, ഫയർ ആംസ് അല്ലെങ്കിൽ മദ്യം ഇങ്ങനെയുള്ള സംഗതികളുമായിട്ട് ആഫ്രിക്കയിലേക്ക് വരും. ഇവിടെ വിറ്റതിന് ശേഷം ഇവിടെ നിന്ന് അടിമകളെ കപ്പലിൽ കയറ്റും. അടിമകളെ ചിലപ്പോൾ പിടിച്ചോണ്ട് പോകുന്നതായിരിക്കും, അതല്ലെങ്കിൽ അവരെ വിലയ്ക്ക് വാങ്ങുന്നതായിരിക്കും. അടിമകളെ കൊണ്ടു കൊടുക്കാനുള്ള ഏജന്റുമാർ അന്ന് ലോകത്തെമ്പാടും ഉണ്ടായിരുന്നു. ഈ വലിയ രാജ്യങ്ങൾക്ക് അടിമകളെ സപ്ലൈ ചെയ്യുന്ന വലിയ ഏജന്റുമാർ. കേരളത്തിലൊക്കെ അതിന്റെ ചരിത്രമുണ്ട്. രാജാക്കന്മാർ തന്നെ അടിമകളെ സപ്ലൈ ചെയ്തിരുന്നു. അങ്ങനെ ഈ അടിമകളെയും കൂട്ടിക്കൊണ്ട് അമേരിക്കയിലേക്ക് പോകുന്ന ആ യാത്ര, മിഡിൽ പാസേജ്, അത് കഴിഞ്ഞിട്ട് അമേരിക്കയിലെത്തി ബ്രസീൽ, ഇന്നത്തെ ക്യൂബ, ജമൈക്ക, USA തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഈ അടിമകളെ സപ്ലൈ ചെയ്തതിനു ശേഷം തിരിച്ച് യൂറോപ്പിലേക്ക് അറ്റ്ലാന്റിക് ക്രോസ് ചെയ്ത് അടുത്ത ഒരു മടക്കമുണ്ട്. ഈ യാത്രയാണ് ഈ ട്രയാങ്കുലർ ട്രേഡ് റൂട്ട്, ട്രയാങ്കുലർ പാസേജ് എന്ന് പറയുന്നത്. അമേരിക്കയിൽ നിന്ന് തിരിച്ച് യൂറോപ്പിലേക്ക് പോകുമ്പോൾ ഇവർ കോട്ടൺ, അതേപോലെ കോഫി, അതേപോലെ റം തുടങ്ങി അത്തരം ഉൽപ്പന്നങ്ങൾ നിറച്ച കപ്പലുകളുമായി പോകും. ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് വീണ്ടും യൂറോപ്പിൽ നിന്ന് സാധനങ്ങൾ ശേഖരിക്കും. അത് ആഫ്രിക്കയിലേക്ക് വരും. ഇങ്ങനെ ഈ പാസേജ് 3 നൂറ്റാണ്ടുകൾ തുടർന്നു കൊണ്ടേയിരുന്നു. പിന്നീട് നിയമങ്ങൾ മാറി. ഇനി ഞാൻ പറയുന്നത് ലോകത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു നോവലിനെ കുറിച്ച് കൂടിയാണ്. ചരിത്ര കൗതുകങ്ങൾ എന്ന ഈ ചാനലിൽ നമ്മൾ ചരിത്രം മനസ്സിലാക്കുന്നതിനൊപ്പം ചരിത്രത്തെ കൃതികൾ എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അങ്കിൾസ് ടോംസ് ക്യാബിൻ എന്ന ലോക പ്രശസ്തമായ കൃതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ് എന്ന എഴുത്തുകാരി 1852 അമേരിക്കൻ ഐക്യനാടുകളിലാണ് ഈ കൃതി പ്രസിദ്ധീകരിക്കുന്നത്. പ്രസിദ്ധീകരിച്ച മാസം തന്നെ അത് ആയിരക്കണക്കിന് കോപ്പികൾ വിറ്റു തീർന്നു. ആ വർഷം 1852 3 ലക്ഷം കോപ്പികൾ അമേരിക്കൻ ജനത വായിച്ചു. അവർ വികാരഭരിതരായി. കാരണം അവർ ആദ്യമായി അടിമകളുടെ ജീവിതം മനസ്സിലാക്കുകയാണ്. അടിമകൾ നായകരായി ഒരു കൃതി വന്നു. അത് അമേരിക്കൻ ജനതയെ തെളിച്ചമുള്ളവരാക്കി മാറ്റി. അത് പെട്ടെന്ന് തന്നെ അമേരിക്കൻ സിവിൽ വാറിന് അത് കാരണമായി. ആ ജനത, നിങ്ങൾ അത് വായിച്ചാൽ മനസ്സിലാവും. അങ്കിൾ ടോമിന്റെ കഥ, അതിലെ അടിമകളുടെ ജീവിതം, അവരുടെ കഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒളിച്ചോട്ടങ്ങൾ, രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ, ഇങ്ങനെ ആ കഥ വായിക്കുന്ന ആർക്കും നമുക്ക് ശ്വാസം പിടിച്ചുകൊണ്ട് മാത്രമേ ആ നോവൽ വായിച്ചു തീർക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിനെ അവസാനിപ്പിച്ചത് ഈ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന് പറയുന്ന ഈ നോവലാണ്. അത് വായിച്ച ജനത പ്രക്ഷോഭകാരികളായി മാറി. അങ്ങനെ എബ്രഹാം ലിങ്കൺ അന്ന് ഈ അമേരിക്കൻ സിവിൽ വാറിന് ശേഷം അടിമക്കച്ചവടം നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അമേരിക്കയിൽ അടിമക്കച്ചവടം നിരോധിച്ചു. ഒരിക്കൽ ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവിനെ കാണുമ്പോൾ എബ്രഹാം ലിങ്കൺ ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ കൊച്ചു സ്ത്രീയാണോ ഇത്രയും വലിയ വിപ്ലവത്തിന് കാരണമായത് എന്ന്. അങ്ങനെ ആ പുസ്തകം ഒരു ചരിത്രത്തിലെ മാറ്റമായി. അടിമ ചരിത്രത്തിൻ്റെ ധാരാളം കൃതികളിൽ അടിമ വ്യാപാരവും അടിമകളുടെ ജീവിതവും ഒക്കെ ലോകത്തെമ്പാടും വന്നിട്ടുണ്ട്, നോവലുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഈ കൃതി ചരിത്രത്തെ മാറ്റി എഴുതുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞ ക്ഷുരകൻ പറഞ്ഞത് ഒരു മരം രേഖപ്പെടുത്തിയതുപോലെ, മിഡിൽ പാസേജ് എന്ന ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരത നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സ്രാവുകൾ രേഖപ്പെടുത്തിയതുപോലെ, ഒരു എഴുത്തുകാരി ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരമായ ഒരു അവസ്ഥയെ, അടിമത്തത്തെ, മനുഷ്യന് തന്നെ അടിമയാക്കുന്ന ഒരു വ്യവസ്ഥതയെ നോവലിൽ രേഖപ്പെടുത്തുകയും അതിനെ അവസാനിപ്പിക്കാൻ കാരണമായതുപോലെ എഴുത്തുകാരും ഈ പറഞ്ഞ സ്രാവും ആ മരവും ചെയ്യുന്നത് ഒരേ കർത്തവ്യത്തിൻ്റെ ഭിന്ന രൂപങ്ങളാണ്. അവർ ചരിത്രത്തെ, മനുഷ്യൻ്റെ ഇടപെടലുകളെ അത് ഭാവി മനുഷ്യർക്ക് വേണ്ടി അടയാളപ്പെടുത്തി വയ്ക്കുന്നു. നന്ദി.